ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ, നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിരിയാണിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാമല്ലോ. ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വലിയ ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടായി വരുന്നേരം ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി എല്ലാം ഒന്നിച്ചിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഒരു 3-4 പച്ചമുളകും 5 ടല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിന് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യമേ ഉള്ളി വാടുന്ന സമയത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10 വിസിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ എയറെല്ലാം പോയി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യലുള്ളൂ കേട്ടോ. ഇത് ബീഫെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ്സാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണല്ലോ, അതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കൈമ റൈസാണ് കേട്ടോ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനെ. എന്നിട്ട് അത് നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നല്ലോണം ചൂടായി വന്നു കഴിഞ്ഞാൽ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യണം കേട്ടോ. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാവും കേട്ടോ. അങ്ങനെ അത് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു റൈസാണിത്. ഈ കൈമ റൈസ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇതിന് നല്ല ഒരു പെർഫെക്റ്റ് ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇറച്ചിച്ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് നമ്മളൊന്ന് ചെറുങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം സ്പൂണിട്ട് ഇളക്കരുത് കേട്ടോ. ചെറുങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഈ ഹോട്ട് പോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ ഇഷ്ടത്തോടെ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും ഒപ്പരം തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.